മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 സീതാഭിരാമ രാമ ലോകാഭിരാമ രാമ. ഭാഗ്യം ചെയ്ത രാമായണ പ്രിയരെ, ആകാശഗംഗ ഭൂമിയിലേക്ക് ഒഴുകി നിറഞ്ഞ കഥ വിശ്വാമിത്ര മഹർഷി ശ്രീരാമന് പറഞ്ഞുകൊടുക്കുന്ന രംഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവഗംഗയായ ഹിമവൽപുത്രിയായ ആ പാപനാശിനി എങ്ങനെയാണ് ഭാരതഭൂമിയുടെ ഹൃദന്തത്തിലൂടെ ഒഴുകി നിറഞ്ഞ് സംസ്കാരങ്ങളെയും ദാർശനിക വൈജ്ഞാനങ്ങളെയും വേണ്ടതുപോലെ ഉണർത്തിയത് എന്ന കഥയാണ് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നത്. വിശ്വാമിത്രവച ശ്രുത്വാ കഥാന്തേ രഘുനന്ദന ഉവാച പരമപ്രീതോ മുനിം ദീപ്തമിവാനലം. അഗ്നിജ്വാല പോലെ തേജോമയമായിരിക്കുന്ന കാന്തിയോടുകൂടി കണ്ണുമടച്ചിരിക്കുന്ന വിശ്വാമിത്ര മഹർഷിയോട് ശ്രീരാമൻ ചോദിക്കുകയാണ്, ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമിമാം പൂർവജോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വൈ സമുപാഹരൽ. അല്ലയോ വിശ്വാമിത്ര മഹർഷി, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പൂർവീകർ എങ്ങനെയാണ് യജ്ഞം നടത്തിയത്, എവിടെ വെച്ചാണ്? ആ സൽക്കഥ അങ്ങ് പറഞ്ഞു തന്നാലും. വിശ്വാമിത്ര മഹർഷി സമുദ്രത്തിന് സാഗരം എന്ന പേര് വരാൻ ഇടയായ ആ പുരാവൃത്തമാണ് പറയാൻ തുടങ്ങുന്നത്. പുരാണ കഥകൾ പർവ്വതങ്ങളുടെയും പുഴകളുടെയും മനോഹരങ്ങളായിരിക്കുന്ന വനപ്രദേശങ്ങളുടെയും ആശ്രമങ്ങളുടെയും കഥകളാണ് എന്ന് നമ്മൾ രാമായണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിത്തീർത്ത, ഇങ്ങനെയൊരു മഹത്വം ഭാരതമെന്ന ഈ പുണ്യഭൂമിക്ക് വന്നു ചേർന്ന ചരിത്രമാണ് യഥാർത്ഥത്തിൽ ആ കഥകളെല്ലാം. കഥ ആരംഭിക്കുന്നത് ഹിമവാനും വിന്ധ്യപർവ്വതവും അഭിമുഖമായി നിൽക്കുന്നതായ ഒരു പ്രദേശത്തു നിന്നാണ്. രണ്ട് പർവ്വതങ്ങൾ മുഖാമുഖം നോക്കി നിൽക്കുന്ന ഇടം, അവിടെയാണ് സൂര്യവംശത്തിലെ മഹാനായ സഗര ചക്രവർത്തി യാഗം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് കഥ നടക്കുന്ന ഭൂപ്രദേശത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകരുകയാണ് വാൽമീകി മഹർഷി. വിശ്വാമിത്രൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന പരമാത്മാവ് മനുഷ്യരൂപം പൂണ്ട് ശ്രീരാമനായി അവതരിച്ച് ആശ്രമത്തിൽ ആ ഗുരുവിൻ്റെ അരികത്തിരുന്നാണ്. അതുകൊണ്ട് ഉപനിഷത്ത് ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നത് കൂടിയാണ് ഈ പുരാണ കഥകളെല്ലാം. അടുത്തിരുന്ന് ഗുരുവിൻ്റെ അരികത്തിരുന്ന് കേൾക്കുകയും
ഹൃദയത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്ന ദർശനങ്ങളെയാണ് ഉപനിഷത്തുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് എന്ന തത്വത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധം ആ കഥകൾ ഉണർന്നൊഴുകുന്നു. സഗര മഹാരാജാവിൻ്റെ 60,000 പുത്രന്മാർ കേശിനിയിൽ കുലത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായിരിക്കുന്ന ഒരു പുത്രൻ ജനിച്ചു എന്നും അരിഷ്ടനേമി എന്ന് പേരുള്ളതായ ഭാര്യയിൽ നിന്ന് അരിഷ്ടനേമിയുടെ പുത്രിയായിരിക്കുന്ന സുമതി എന്ന ധർമ്മപത്നിയിൽ നിന്ന് 60,000 പുത്രന്മാർ നെയ്ക്കുടങ്ങളിൽ നിന്ന് ആവിർഭവിച്ചു എന്നുമാണ് കഥ പറഞ്ഞത്. അതിൽ കുലത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി ജനിച്ച അസമഞ്ജസൻ എന്ന പുത്രൻ കുട്ടിക്കാലം മുതലേ തന്നെ ആരോടും യാതൊരു ദയാഭാവവുമില്ലാതെ ജീവിച്ച ഒരാളാണ്. ഈ അസമഞ്ജസൻ തീരെ യോഗ്യതയില്ലാത്തവനാണ് ഞാൻ എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പുരാണകഥ സൂചിപ്പിക്കുന്നത്. കൊച്ചു കുട്ടികളെയൊക്കെ യമുനയിലേക്ക് വലിച്ചെറിയുക, അങ്ങനെയൊക്കെയുള്ളതായ ദയാരാഹിത്യത്തിൻ്റെ കഥകളാണ് അസമഞ്ജസനെക്കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാന്ത്യം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീതമാണ്. അങ്ങനെയൊക്കെ ജീവിച്ച ആളുകളാൽ വെറുക്കപ്പെട്ട് സഗര ചക്രവർത്തി തൻ്റെ പുത്രനെ നാടുകടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്രയെത്ര ഗ്രാമാന്തരങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും കൊടുങ്കാടുകളിലൂടെയും സഞ്ചരിച്ച് അസമഞ്ജസൻ യോഗീശ്വര ഭാവത്തെ പൂണ്ടു. സത്യത്തിൽ അദ്ദേഹത്തിന് ഈ യോഗസിദ്ധി കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരുമായും ഒരു മമതയും ഇല്ലാതിരിക്കാനാണ് ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായി അഭിനയിച്ചത് എന്ന് പറയുന്നു. യോഗീശ്വരനായി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം യമുനയിൽ വലിച്ചെറിഞ്ഞ കുട്ടികളെ മുഴുവനും ജീവനോടുകൂടി അവരവരുടെ അച്ഛനമ്മമാർക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് കഥ. എന്തായാലും സഗര ചക്രവർത്തി സകുടുംബം വിന്ധ്യപർവ്വതവും ഹിമവൽ പർവ്വതവും മുഖാമുഖം നോക്കി നിൽക്കുന്നതായ ആ ഭാരതഭൂമിയുടെ മഹിത ദേശത്ത് യാഗം ആരംഭിച്ചു. യാഗത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളും കഴിയുമ്പോൾ അശ്വത്തെ പൂജിക്കുന്ന സമയം വന്നപ്പോൾ ഈ യാഗാശ്വത്തെ ദേവേന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോയി. അശ്വത്തെ കാണാതെ രാജാവ് പരിഭ്രമിച്ചു. ദേവേന്ദ്രൻ മായ കാണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ യാഗം കൊണ്ട് സമർച്ചനം ചെയ്യുന്നത് ഇന്ദ്രാദി ദേവന്മാരെ തന്നെയാണ്. പിന്നെ എന്തിനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള യാഗകർമാദികൾ ആരംഭിക്കുമ്പോൾ ഇന്ദ്രാദികൾ പലതരത്തിലുള്ളതായ തടസ്സങ്ങൾ അതിനുണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും? പുരാണം പറയുന്നു, നമ്മൾ ഈശ്വരീയമായിരിക്കുന്ന ഉപാസനകൾ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നത് നമ്മളെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കാനാണ് എന്നാണ്. അതുകൊണ്ടാണ് വിഘ്നേശ്വര സങ്കല്പം തന്നെ നമുക്കുണ്ടായത്. വിഘ്നങ്ങളുടെ ഈശ്വരനാണ് സാക്ഷാൽ ഗണപതി. വിഘ്നം ഉണ്ടാക്കുന്നതും ഭഗവാനാണ്, ആ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി സാക്ഷാൽ ഗണേശ്വരനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ പൂർവികർ പറയാനുള്ള കാരണം ക്രിയായോഗം അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അതിൽ വിഘ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവുന്നു. അങ്ങനെയുള്ളതായി വിഘ്നങ്ങൾ ഒഴിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഭക്തിയോടുകൂടി ഉപാസനയോടുകൂടി ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. അത് നമ്മളെ സാഫല്യത്തിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഈ പറയുന്നതായി വിഘ്നങ്ങൾ ദേവന്മാരുണ്ടാക്കുന്നതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സങ്കല്പം. കുതിരയെ കാണാതായപ്പോൾ സഗര ചക്രവർത്തി തൻ്റെ മക്കളെയൊക്കെ വിളിച്ച് കുതിരയെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. തസ്യ പർവണിതം യജ്ഞം യജമാനസ്യ വാസവ രാക്ഷസീം തനുമാസ്ഥായ യജ്ഞീയാശ്വമപാഘരൽ
തൽ ഗച്ഛത വിചിന്വധ്വം പുത്രകാ ഭദ്രമസ്തുവ സമുദ്രമാലിനീം സർവാം പൃഥിവീമനുഗച്ഛത. അല്ലയോ പുത്രന്മാരെ, ദേവേന്ദ്രൻ രാക്ഷസീയമായിരിക്കുന്ന മായ പ്രയോഗിച്ചിട്ടാണ് ഈ കുതിരയെ കട്ടുകൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും ഈ അശ്വത്തെ അന്വേഷിക്കണം. സമുദ്രത്താൽ മാലയണിഞ്ഞ ഭൂമി മുഴുവൻ ഈ കുതിരയെ അന്വേഷിക്കണം എന്നാണ് അവിടെ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. സമുദ്രത്താൽ മാലയണിഞ്ഞ ഭൂമി ഈ ഭാരതഭൂമിയാണ്. വടക്ക് ഹിമവാനും ഇങ്ങ് തെക്കും കിഴക്കും പടിഞ്ഞാറും സമുദ്രത്താൽ മാല പോലെ അലങ്കരിക്കപ്പെട്ട ഭാരതഭൂമിയുടെ സകല ദേശങ്ങളിലും ഈ കുതിരയെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അന്നേ രാമായണ കാലഘട്ടത്തിൽ തന്നെ, പുരാണ കാലഘട്ടത്തിൽ തന്നെ ഹിമവാനും ഹിമവാൻ്റെ ഇപ്പുറമുള്ളതായ ഈ സനാതന ഭൂമിയും എന്നതായൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകൈകം യോജനം പുത്ര വിസ്താരം അഭിഗച്ഛത യാവത്തുരക സന്ദർശസ്താവത് ഖനതമേദിനീം. ഭൂമിയെ കുഴിക്കണം. ഓരോരോ യോജനകളിലും ഈ കുഴി ഉണ്ടാക്കി അന്വേഷിക്കണം. എന്ന് വെച്ചാൽ ഉപരിതലത്തിൽ മാത്രം അന്വേഷിച്ചാൽ പോരാ, അതല വിതല തലാതല സുതല രസാതല പാതാളാദി ലോകങ്ങളിലും ഈ അശ്വാന്വേഷണം തുടരണം. അശ്വത്തെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക എന്ന് സഗരൻ്റെ ആജ്ഞ. മാത്രമല്ല, നിങ്ങൾ 8 ദിക്കുകളിലുമുള്ളതായ ഗജങ്ങളെ ചെന്ന് കാണണം. ദിഗ്ഗജങ്ങളാണ് ദിക്കുകളെ പരിപാലിക്കുന്ന ദേവതകൾ എന്നൊരു സങ്കല്പമുണ്ട്. അഷ്ടദിഗ്ഗജങ്ങൾ എന്നാണ് ആ സങ്കല്പം. ഗജം എന്ന വാക്കിന് ആന എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 8 ദിക്കുകളിലും കാവൽക്കാരായി നിൽക്കുന്നത് 8 ആനകളാണ് എന്ന് പുരാണം വർണ്ണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദിക്ക് കൃത്യമായിരിക്കുന്നതായ ഒരു രൂപമുള്ള ഒന്നല്ല. അതിനെ ഒരു രൂപസങ്കല്പത്തിൽ ആന സ്പർശത്തിൻ്റെ ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ദിക്ക് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളുടെ അതിരാണ്. അപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചയുടെ, ശബ്ദത്തിൻ്റെ ഒക്കെ അതിരായിരിക്കുന്നതായി യാതൊന്നുണ്ടോ അതിനെ മനോഹരമായിരിക്കുന്ന ഒരു വർണ്ണനയിലൂടെ പുരാണങ്ങൾ സങ്കല്പിച്ചിരിക്കുകയാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന്. ഇവിടെ വർണ്ണിക്കുന്ന ഈ ദിഗ്ഗജങ്ങളോട് നിങ്ങൾ ചോദിക്കണം എന്ന് വെച്ചാൽ എല്ലാ ദിക്കിലും എത്തണം, അതിരുകളിലെല്ലാം എത്തണം എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങളുടെ അമ്മാവനായിരിക്കുന്ന ഗരുഡനോട് അന്വേഷിക്കണം. ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മാവിനോടും അന്വേഷിക്കണം. ഈ ഗരുഡൻ്റെ അപരനാമമാണ് അരിഷ്ടനേമി. അരിഷ്ടനേമിയുടെ പുത്രിയാണ് സുമതി, സഗരരാജാവിൻ്റെ ഭാര്യ, ഈ 60,000 സഗരപുത്രന്മാരുടെ അമ്മ. അതുകൊണ്ടാണ് ഗരുഡനെ അമ്മാവൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ശൂലൈരശനികൽപ്പൈശ്ച ഹലൈശ്ചാപി സുദാരുണൈ ഭിദ്യമാന വസുമതി നനാദ രഘുനന്ദന. ഈ 60,000 സഗരപുത്രന്മാർ ഓരോരോ യോജനകളിലും ഭൂമിയിൽ കുഴിയുണ്ടാക്കി കലപ്പ കൊണ്ടും ശൂലം കൊണ്ടും ഒക്കെ ഭൂമിയുടെ മാറിടം കുത്തി കീറി ഈ കുതിരയെ അന്വേഷിക്കുകയാണ്. ഭൂമി ആർത്തനാദം പുറപ്പെടുവിച്ചു. തൻ്റെ മാറിടത്തിൽ ഇങ്ങനെ കുഴികൾ ഉണ്ടാക്കി പരതുന്നതായ സമയത്ത് ആ ഭൂമിദേവിക്ക് നിലവിളിക്കാനല്ലാതെ മറ്റൊന്നും സാധിക്കില്ലല്ലോ. ഈ സമയത്ത് ഭൂമിയുടെ അടിത്തട്ടിലുള്ള പലതരത്തിലുള്ളതായ ആ ഭൂമിയുടെ അദൃശ്യലോകങ്ങളിലുള്ള നാഗാനാം വധ്യമാനാനാം അസുരാണാം ചരാഘവ രാക്ഷസാനാം ദുരാധർഷം സത്വാനാം നിനദോ ഭവൽ. അല്ലയോ ശ്രീരാമ, അന്ന് ഈ സഗരപുത്രന്മാർ കുഴികൾ ഉണ്ടാക്കിയ സമയത്ത് ഭൂമിയുടെ ഈ വിവിധ തലങ്ങളിലുള്ള തടങ്ങളിലുള്ള ഗഹ്വരങ്ങളിലുള്ള സർപ്പങ്ങൾ, അസുര ജീവികൾ, രാക്ഷസീയ സ്വഭാവമുള്ള ജീവജാലങ്ങൾ, അതേപോലെ തന്നെ സത്വഗുണമുള്ള ജീവികൾ, ഇങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങളും ഇവരുടെ കലപ്പ കൊണ്ടും കുന്തം കൊണ്ടുമുള്ളതായ ആ പ്രഹരമേറ്റ് അംഗങ്ങൾ മുറിഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അത്
ഭൂമിയുടെ രോദനമായി, പ്രകൃതിയുടെ ആർത്തവിലാപമായി മാറി. യസ്യേയം വസുധാ കൃഷ്ണ വാസുദേവസ്യ ധീമത മഹിഷി മാധവസ്യൈഷ സയേവ ഭഗവാൻ പ്രഭു. ഭൂമിയുടെ ആർത്തവിലാപം കേട്ട് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അരികത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. അപ്പം ബ്രഹ്മദേവൻ പറയുകയാണ്, നോക്കൂ, ഈ ഭൂമിദേവി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ്, പ്രേമസ്വരൂപമാണ്. ആ ഭഗവാൻ ഭൂമിക്ക് എന്നും കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. നിനക്ക് എപ്പോഴൊക്കെ ദുഃഖമുണ്ടാവുന്നു ആ ദുഃഖത്തിനെല്ലാം ഞാൻ വേണ്ടതുപോലെ പരിഹാരം കാണും. അതിന് ഞാൻ അനന്തങ്ങളായിരിക്കുന്ന അവതാരങ്ങൾ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമിയോടുള്ളതായ ആ പ്രണയം നിമിത്തം ഭഗവാൻ ഭൂമിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി, ഭൂമിക്ക് എപ്പോഴൊക്കെ ആപത്തുണ്ടാകുന്നുവോ, പ്രകൃതിയിൽ എപ്പോഴൊക്കെ ഈ ഋതുക്കൾക്ക് താളം തെറ്റുന്നുവോ, അപ്പോഴൊക്കെ ഭഗവത് ഇച്ഛ ഇവിടെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടല്ലയോ ദേവന്മാരെ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. സാക്ഷാൽ ഭഗവാൻ വാസുദേവൻ ഭൂമിയിൽ പാതാളാദി ലോകങ്ങളിൽ ആശ്രമം കെട്ടി അവിടെ ധ്യാനനിരതനായി വർത്തിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ജ്ഞാനം പകർന്നുകൊണ്ട് വസിക്കുന്നതായ അദ്ദേഹം ഇപ്പോൾ മാമുനി സ്വരൂപത്തിലാണ് വർത്തിക്കുന്നത്. അദ്ദേഹത്തെ കപില മഹർഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാപിലം രൂപമാസ്ഥായ ധാരയത്യനിശം ധരാം തസ്യ കോപാഗ്നിനാദഗ്ധ ഭവിഷ്യന്തി നൃപാത്മജ. ഈ സഗരപുത്രന്മാര് ഈ കപില മഹർഷിയുടെ കോപാഗ്നിയിൽ വെന്ത് വെണ്ണീറായി തീരും. അധികം വൈകാതെ തന്നെ ഭൂമിയുടെ ഈ സങ്കടം ഇല്ലാതായി തീരും എന്ന് ബ്രഹ്മദേവൻ ദേവന്മാരെ സമാധാനിപ്പിച്ചു. അല്ലയോ ശ്രീരാമ, സഗരപുത്രന്മാർ ഇങ്ങനെ ഭൂമിയെ പലതരത്തിലുള്ളതായ രീതിയിൽ പിളർന്നപ്പോൾ ഭൂമിയുടെ രൂപത്തിന് തന്നെ മാറ്റമുണ്ടായി. പല പ്രതലങ്ങളും ഉയർന്നു നിന്നിരുന്ന പ്രതലങ്ങൾ സമതലങ്ങളായി, പല സമതലങ്ങളും വലിയ ഗർത്തങ്ങളായി, പർവ്വതങ്ങൾ പൊടിഞ്ഞുപോയി. ഇങ്ങനെ ഭൂമിയുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്നു തുടങ്ങി. ബ്രഹ്മദേവൻ അതും ദേവന്മാരോട് സൂചിപ്പിക്കുകയാണ്. പൃഥിവ്യാശ്ചാപി നിർഭേദോ ദൃഷ്ടയേവ സനാതന സാഗരസ്യ ച പുത്രാണാം വിനാശോ ദീർഘദർശിനാം. അല്ലയോ ദേവന്മാരെ, ഭൂമിക്ക് ഇപ്പോഴുണ്ടായതായി ഈ പരിണാമമുണ്ടല്ലോ, ആകൃതിയിലുണ്ടായ ഈ മാറ്റങ്ങൾ, അത് സനാതനമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എന്നായാലും സംഭവിക്കേണ്ടത് തന്നെയാണ് എന്നാണ് അർത്ഥം. അങ്ങനെ എന്നായാലും സംഭവിക്കേണ്ടതായ ആ പരിണാമത്തിന് കാരണമായി തീർന്നു ഈ സഗരൻ്റെ യാഗം എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. സഗരപുത്രന്മാരെല്ലാവരും നശിച്ചു പോകും എന്നുള്ളതും മുൻപേ തന്നെ കാലം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതും ഇതാ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ സഗരന്മാർ പാതാളാദി ലോകങ്ങളിൽ പോയി ദിക്കുകളിലുള്ളതായ മഹാപത്മം, സൗമനസം, ഭദ്രൻ മുതലായിരിക്കുന്ന ദിഗ്ഗജങ്ങളെയൊക്കെ പോയി കണ്ടു. വിരൂപാക്ഷൻ എന്ന ദിഗ്ഗജം തലയിളക്കുന്ന സമയത്ത് അവിടെ ഭൂമിക്ക് പ്രകമ്പനമുണ്ടാകുന്നു എന്നാണത്രേ പുരാണത്തിലെ സങ്കല്പം. അതും വിശ്വാമിത്രൻ കഥ പറയുമ്പോൾ ശ്രീരാമനോട് സൂചിപ്പിക്കുന്നുണ്ട്. കിഴക്ക് വടക്ക് ദിക്കിൽ സാക്ഷാൽ കപില മഹർഷി ധ്യാനിച്ചിരിക്കുന്നതായ കാഴ്ച കണ്ടു സഗരന്മാർ. അവിടെ ചെന്നപ്പോൾ കപില മഹർഷി ധ്യാനിച്ചിരിക്കുന്നതായ ആ തപസ്ഥാനത്തിനരികിൽ കുതിരയെയും കണ്ടു. ഇന്ദ്രൻ മായ പ്രയോഗിച്ച് ഈ കുതിരയെ അപഹരിച്ചു കൊണ്ടുവന്ന് കപില മഹർഷിയുടെ ഈ തപസ്ഥാനത്ത് കൊണ്ട് കെട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഈശ്വര നിശ്ചയമാണ്. എന്തോ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടക്കാൻ പോകുന്നു. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരേച്ഛകൾ അങ്ങനെ പൂർത്തീകരിക്കാൻ ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും അതിനുള്ളതായ മാധ്യമമായി മാറുന്നു. ഒരു നൂലിൽ കെട്ടിയാടുന്നതായ കളിപ്പാവകളെപ്പോലെ സകലരും അത്തരത്തിലുള്ള കാലത്തിൻ്റെ നിശ്ചയങ്ങളിലേക്ക് സ്വന്തം കർമ്മങ്ങളെ അവരവരറിയാതെ തന്നെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം ജീവിതം തന്നെ അങ്ങനെ കാലത്തിനു വേണ്ടി സമർപ്പിക്കുന്ന മഹായജ്ഞങ്ങളായി ഓരോ ജീവിതങ്ങളും പരിണമിക്കുന്നു എന്ന ദർശനമാണ്
ഇവിടെ ഈ യാഗാശ്വത്തെ കപില മഹർഷിയുടെ അരികത്ത് കൊണ്ടുപോയി കെട്ടി ഇന്ദ്രൻ എന്നും അതിനെ തുടർന്ന് സകരന്മാരവിടെ വന്ന് കപില മഹർഷിയാണ് ഈ അശ്വത്തെ മോഷ്ടിച്ചതെന്ന് കരുതി കപില മഹർഷിയോട് കുപിതരായി ശകാരവാക്കുകൾ പുറപ്പെടുവിച്ചു. ഉടനെ തന്നെ കപില മഹർഷി കണ്ണു തുറന്ന് ഉഗ്രമായിരിക്കുന്നതായ അഗ്നിജ്വാലകളാൽ ഈ സകരന്മാരെ ഭസ്മമാക്കി തീർത്തു. സകരപുത്രന്മാര് ഭസ്മമായി തീർന്നു. ഇതൊന്നും സകര രാജാവ് അറിഞ്ഞിട്ടില്ല. സകര രാജാവ് തൻ്റെ മക്കൾ പോയത് പല ദിക്കുകളിലും കുതിരയെ അന്വേഷിച്ചിട്ടാണ്. എവിടേക്കാണ് പോയിരിക്കുന്നത്, എന്താണ് തിരിച്ചു വരാത്തത് എന്നൊക്കെ ചിന്തിച്ച് യാഗശാലയിൽ തന്നെ കാത്തിരിക്കുകയാണ്. തൻ്റെ മകനായ അസമഞ്ജസൻ്റെ പുത്രനായിരിക്കുന്ന അംശുമാൻ, പേരക്കുട്ടി അംശുമാനെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ സഹോദരന്മാരെ തേടി പോവുക, അവരെവിടെയാണെങ്കിലും അവരെ കണ്ടെത്തി അശ്വത്തെയും കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരിക, നിനക്കതിനുള്ള സാമർഥ്യമുണ്ട് എന്ന് പറഞ്ഞ് സകര രാജാവ് തൻ്റെ പേരക്കുട്ടിയെ അനുഗ്രഹിച്ചയച്ചു. അംശുമാൻ ഈ സകരപുത്രന്മാരെ തുളകൾ ഉണ്ടാക്കിയതായ ദിക്കുകളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി ദാ ഈ കപില മഹർഷിയുടെ തപസ്ഥാനത്തെത്തി. അവിടെ ചെന്നപ്പോൾ കണ്ടത് തൻ്റെ സഹോദരന്മാരുടെ അസ്ഥിപഞ്ജരങ്ങളാണ്. ഭസ്മമയമായി തീർന്നിരിക്കുന്നു ആ തപസ്ഥാനം. അദ്ദേഹം വേഗം കപില മഹർഷിയുടെ മുമ്പിൽ തൊഴുത് നമസ്കരിച്ചു. തൻ്റെ സഹോദരന്മാരെല്ലാവരും ഭസ്മമായി തീർന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവർക്ക് എന്തെങ്കിലും തർപ്പണം ചെയ്ത് അവരുടെ ആത്മാക്കൾക്ക് ഗതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ അവിടെയൊന്നും ഒരു തുള്ളി ജലം പോലും കിട്ടാനില്ല. തർപ്പണത്തിനായി ജലം കിട്ടാതെ വിഷമിച്ചതായ അംശുമാൻ അങ്ങനെ ഗരുഡനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഗരുഡൻ ഉപദേശിച്ചു, അംശുമാനോട് പറഞ്ഞു, അല്ലയോ രാജകുമാര, നിന്റെ സഹോദരന്മാർക്ക് പുണ്യലോകങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി തർപ്പണം ചെയ്യേണ്ടത് ഗംഗാജലം കൊണ്ടാണ്. നീ ആ ഗംഗയെ ആവാഹിച്ച് ഈ കപില മഹർഷിയുടെ തപസ്ഥാനത്തേക്ക് ഒഴുക്കിക്കൊണ്ടുവരണം. ഗരുഡൻ്റെ ഈ ഉപദേശം കേട്ട് അംശുമാൻ അതിനായി പരിശ്രമിച്ചു. സകര രാജാവ് 30,000 സംവത്സരം രാജ്യം ഭരിച്ചു. അതിനിടയിൽ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഈ കപിലൻ്റെ തപസ്ഥാനത്തേക്ക് ഒഴുക്കി അവിടെയുള്ളതായ തൻ്റെ മക്കളുടെ ആ ഗതി കിട്ടാത്ത ആത്മാവിന് സദ്ഗതി ലഭിക്കുന്നതിന് വേണ്ടി പരമാവധി സകര രാജാവ് പരിശ്രമിച്ചു, സാധിച്ചില്ല. പിന്നീട് രാജാവായത് സകര ചക്രവർത്തിയുടെ പുത്രനായിരിക്കുന്ന അസമഞ്ജസൻ്റെ മകനായ ഈ അംശുമാനാണ്. അസമഞ്ജസൻ യോഗീശ്വരനായ കഥ നമ്മൾ നേരത്തെ കേട്ടു. അങ്ങനെ ഈ അംശുമാൻ ഗംഗയെ ആവാഹിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മഹാതപസ് ആരംഭിച്ചു. ഇനി സൂര്യവംശ രാജാക്കന്മാരുടെ ആ തപസ്സിൻ്റെ കഥ തുടരുകയാണ്. അടുത്ത അധ്യായത്തിൽ വിശ്വാമിത്രൻ ശ്രീരാമദേവന് ആ മഹത്തരമായ ഗംഗയുടെ ത്രിപഥകയായി ഒഴുകിയതായ കഥ വിസ്തരിക്കുന്നത് നമുക്ക് കേൾക്കാം. രാമ 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 ഹരേ.